ദാറ്റ് ക്യാൻ ടച്ച് എന്നാണ്, നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി 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 ശരി. ഞാനേ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നു. ഓക്കെ കേട്ടോ. ശരി ശരി ശരി. Good evening, sir. Yes, good evening. Good evening, sir. Yes, good evening. Good evening, Good evening, sir. Yes, good evening. Good evening, sir. Good evening. അല്ലേ? അല്ലേ? Yes. How are you? Fine, sir. Fine, sir. Fine, sir. Okay. Fine, very fine. Okay. എല്ലാവരും ആയോ? 14 പേരല്ലേ ആയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്. അപ്പൊ നിങ്ങളോട് വന്നിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയട്ടെ. അപ്പൊ ഏതായാലും ഇപ്പൊ അവര് വരുമ്പോൾ, മറ്റുള്ളവർ വരുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടീച്ചർ 2 ആഴ്ച കഴിയുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ടീച്ചർക്ക് ഇത്തിരി വയ്യാഴിക കൂടുതലായതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ വരുമ്പോൾ ബാലൻസ് നിങ്ങൾക്ക് ടീച്ചർ തന്നെ എടുത്തോളും എന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ടീച്ചർ ഇപ്പോ ഇത് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പൊ കറക്റ്റ് പറയാം ടീച്ചർ ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ ബാലൻസ് ഒടുങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്ക് എടുക്കണം. അതിന്റെ പേരിലാണ് കൃത്യമായിട്ട് പറയാം ഏതൊക്കെയാണ് എടുത്തേക്കണേ. കേൾക്കുന്നില്ലേ പറയണത്? കേൾക്കാം, സർ. ഓക്കെ. അപ്പൊ നിങ്ങളെ പഴയ നോട്ടൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഒന്ന് മറിച്ച് നോക്കിയിട്ട്. നൗൺസ് പഠിപ്പിച്ചു. നൗൺ കഴിഞ്ഞു അല്ലേ? ഓക്കെ, നൗൺ കഴിഞ്ഞു. പിന്നെ ടീച്ചർ അഡ്ജക്റ്റീവ് ആണ് പറഞ്ഞു നിർത്തിയേക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഓർഡറിലല്ല ടീച്ചർ പോന്നേക്കണേ. അപ്പൊ അതിന്റെ പേരിലാണ് ചോദിച്ചത്. നൗൺ കഴിഞ്ഞു, പ്രോനൗൺസും പഠിപ്പിച്ചു. അപ്പൊ നൗൺ കഴിഞ്ഞു, പ്രോനൗൺ കഴിഞ്ഞു. ഓക്കെ, പിന്നെ വെർബ് സിസ്റ്റം നമ്മളിപ്പോ അതിന് 4ാമത്തെ ഉള്ള ഒരു ടെൻസ് ഓഫ് വെർബ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകളില് ഒരു വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ് ഉണ്ട്. അതോ ആർട്ടിക്കിൾസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? അതൊന്നുമില്ല, പ്രെഡിക്കേറ്റീവ്. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? പറഞ്ഞു. യെസ്, നൗൺ, പ്രോനൗൺ. ഓക്കെ, അഡ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അഡ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ ക്ലാസിഫിക്കേഷനും. Classification, adjectives and classification of adjectives. Yes, പിന്നെ പ്രെഡിക്കേറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് വെർബ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. കുഴപ്പമില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അത്രയും പറഞ്ഞിട്ടുള്ളൂ, മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ ഞാൻ തന്നെ ഇരിക്കും വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക് ഇത് വയ്യാഴിക കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ പിന്നീട് വരുന്നതാണ്. ഓക്കെ, ലെറ്റ് us be optimistic. നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? Am I right? Simple past. Yes, sir. Okay. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്.
അപ്പൊ ടെൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ അടുത്തുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ടെൻസ് പറയുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഭാഗം കൂടി കവർ ചെയ്ത് നടക്കും കേട്ടോ. ആർട്ടിക്കിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ അതും കൂടി കവർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ടെൻസിലോട്ട് ഇങ്ങോട്ട് വരുള്ളൂ. ഓക്കെ, ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കാരണം അതിന് കുറച്ച് സമയം അധികം പിടിക്കും. അപ്പൊ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വരാവുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട കാര്യം. അപ്പോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പറയുക. ഞാൻ എവിടെ നിന്ന് അതൊക്കെ കേൾക്കും. അതൊക്കെ നമ്മൾ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. പറയുന്നതിൽ തെറ്റുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് യാതൊരുവിധ ഭയമോ നാണക്കേടോ യാതൊന്നും വേണ്ട. നമ്മൾ തെറ്റാണ് പറയുള്ളൂ. അത് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ ആ വക കാര്യത്തെ കുറിച്ചുള്ള യാതൊരുവിധ ടെൻഷനോ വിഷമമോ ആ രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ട എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ എവിടെയെങ്കിലും നിങ്ങളുടെ മക്കളും കുട്ടികളും അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ കാണുന്നൊരു സംഭവം ഉണ്ടാവില്ലേ? പിറ്റേ ആഴ്ചയിൽ വരുമ്പോൾ നിങ്ങളത് പറയുക, ലാസ്റ്റ് വെനസ്ഡേ we went to the beach, then there a incident. അപ്പൊ അവിടെ ഒരു സംഭവം ഉണ്ടായി എന്നിട്ട് അത് പറയാം. തെറ്റിക്കോട്ടെ, എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ പറയാം. സിമ്പിൾ ഓരോ ടെൻസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെൻസ് വെച്ചിട്ട് പറയാം. പറയുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സബ്ജക്റ്റ് ഉണ്ടാവണം, വെർബ് ഉണ്ടാവണം, ഒബ്ജക്റ്റ് ഉണ്ടാവണം, മാനർ ഉണ്ടാവണം, പ്ലേസ് ഉണ്ടാവണം, ടൈം ഉണ്ടാവണം. അത് അത്രയും ഇല്ലെങ്കിലും സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തെറ്റുപറ്റില്ല. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത് നിങ്ങളത് പറയാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെന്റ് അല്ല, ചെറിയൊരു ഹോംവർക്ക് തരെയാണ്. വേറെ ഹോംവർക്ക് ഒന്നുമില്ല. നിങ്ങൾ ഇഷ്ടംപോലെ സിനിമ കണ്ടിട്ടുണ്ട്. ആ ഇഷ്ടംപോലെ നിങ്ങൾ സിനിമ കണ്ടതിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്പർശിച്ച ഏതെങ്കിലും സിനിമ ഉണ്ടാവും. ഇനി അങ്ങനെ സ്പർശിച്ച സിനിമ ഇല്ലെങ്കിൽ സ്പർശിച്ച സിനിമ റെഡിയാക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ സിനിമയെ കുറിച്ച് ഒരു റിവ്യൂ തയ്യാറാണ്. ആ സിനിമ ഏതാണ്? ആ സിനിമയിൽ അഭിനയിച്ച നായകൻ ആരാണ്? നായിക ആരാണ്? കഥ എന്തിനെ കുറിച്ചുള്ളതാണ്? എന്തുകൊണ്ട് ഞാൻ ആ സിനിമ ഇഷ്ടപ്പെടുന്നു? ആ സിനിമയിലെ പാട്ടുകൾ എങ്ങനെയുള്ളതായി തോന്നി? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അത് പറയേണ്ടത്. ഞാനൊരു വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയുന്നത് മൈ ഫേവറേറ്റ് ഫിലിം, എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഈസ് ചെമ്മീൻ. രാമു കരിയായിട്ട് സംവിധാനം ചെയ്ത പഴയ സിനിമയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ചെമ്മീൻ. ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദ ഫിലിം ഐ ലൈക്ഡ് മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ്. ദ ഹീറോ ഓഫ് ദി ഫിലിം ഈസ് സത്യൻ. സത്യനാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്, മെയിൻ ക്യാരക്ടർ. ആൻഡ് ഹീറോയിൻ ഈസ് ഷീല. ഷീലയാണ് അതിൻ്റെ അകത്ത് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ദി സോങ്സ് ഓഫ് ദി ഫിലിം ആർ വെരി ടച്ചിങ്. അത് ഈ സിനിമയിലെ പാട്ടുകൾ വളരെ ടച്ചിങ് ആണ്. ഒരു പാട്ടിൽ തന്നെ ആ സിനിമയുടെ മുഴുവൻ കഥ പറയുന്നുണ്ട്. ദ ഫിലിം ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ഓഫ് ദ ഫിഷർമാൻ. മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ കഥയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ അങ്ങനെ പറയാം. അതൊക്കെ നിങ്ങൾ ഇന്നു മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെയുള്ള ദിവസത്തിനുള്ളിൽ നടക്കുമ്പോഴും പോകുമ്പോഴും മനസ്സിൽ ഒരു ദിവസം ഒരു സെന്റൻസ് വെച്ചൊന്ന് കോറിയിട്ടേക്കാം മനസ്സിൽ. എഴുതൊന്നും വേണ്ട, മനസ്സിലിടക്കൊക്കെ ഒന്ന് കോറിയിട്ടേക്കാം ഒരു സെന്റൻസ്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് സെലക്ട് ചെയ്യാം. ആ സിനിമയെ കുറിച്ച് 4-5 വാചകങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് റെഡിയാകും. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ച് നമ്മൾ 4-5 വാചകങ്ങൾ. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് അത് പറയാം. ഇനി ഞാൻ വിഷയങ്ങൾ പറയണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്തോ. കാരണം നമുക്ക് അടുത്ത ആഴ്ച ഇന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞാലോ? ഓക്കെ, ഐ ആം റെഡി. നിങ്ങൾ സെലക്ട് ചെയ്തോ. എല്ലാവർക്കും കൂടി പറയാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു വിഷയമായിരുന്നാൽ മാത്രം മതി. വളരെ ലളിതമായിട്ടുള്ള ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇംഗ്ലീഷ് പറയാന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫിലിം എടുത്തത്. അപ്പൊ മക്കളെ എന്ത് പറയുന്നു? അടുത്ത ആഴ്ച ഓക്കെ അല്ലേ?
ഓക്കെ സർ. ഓക്കെ ഓക്കെ. തെറ്റിയാലും ശരിയായാലും ഞാൻ അങ്ങനെ പറയും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ വേറെ ആരുടെ സഹായം മേടിക്കണ്ട. അവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവരൊക്കെ പറയും ഇത് മറ്റേതാണ് മറിച്ചതാന്നൊക്കെ പറയും. അത് ഒന്നും നമുക്കുള്ള നമുക്ക് നമ്മളെ പോലെ മതി. തെറ്റുണ്ടാവും. നമ്മൾ ഈ 18 പേര് മാത്രം പറഞ്ഞാൽ പോലെ പുതിയത്. അപ്പൊ ഈ തെറ്റും കുറ്റങ്ങളൊക്കെ നമ്മൾ മാത്രം പറഞ്ഞാൽ മതി. വേറെ ആരും പുറത്താരും അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് റെഡിയാക്കുന്നു. ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നമ്മളത് തയ്യാറെടുക്കുന്നു. മനസ്സിൽ നമ്മൾ ഓരോ ദിവസം ഓരോ വാചകങ്ങൾ എഴുതിയിടുന്നു. ഓക്കെ. ആ എഴുതിയിരുന്ന വാചകങ്ങൾ നമ്മൾ പറയുന്നു. ഇഷ്ടപ്പെട്ട സിനിമകൾ സെലക്ട് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ആടുജീവിതം. എന്റെ ഇഷ്ടപ്പെട്ട സിനിമ ആടുജീവിതമാണ്. അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും മഞ്ഞുമൽ ബോയ്സ്. എന്തുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു? വൈ അല്ല, എന്തുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു? 2 കാരണങ്ങൾ. അതിന്റെ എന്തെങ്കിലും കഥയുടെ പേര്, അല്ലെങ്കിൽ ദ സ്റ്റോറീസ് റിയലി ഹാപ്പൻഡ്, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കഥയാണ്. വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പറയാൻ കഴിവുള്ളവരാണെങ്കിൽ പറയാം ദി സ്റ്റോറി ഹാസ് എ കണക്ഷൻ ടു മൈ ലൈഫ്. എന്റെ ജീവിതവുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം വേണ്ടത്, ഈ വാക്കുകളൊക്കെ എങ്ങനെ എവിടെ ചേർക്കണം പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു അറിവ് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്നതിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ട്യൂസ്ഡേ മതി. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലൊന്ന് റെഡിയാക്കിയിട്ടേക്കാം. റെഡി. ഇനി അടുത്ത കാര്യം, അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾ ആദ്യം നിങ്ങളോട് പറയണേ, ഇന്ന് നമുക്കൊരു അസൈൻമെന്റ് ഉണ്ട് പക്ഷെ ഇന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞേക്കണേ, മിണ്ടാണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ മറന്നാലും നിങ്ങൾ മറക്കും. ഞാൻ മറക്കൂല, എന്നാലും ഞാൻ പറയണം, നിങ്ങളാരും മറക്കരുത്. ഓക്കെ, ഇനി ഞാനെങ്ങാൻ മറന്നു കഴിഞ്ഞാൽ എന്നാ പിന്നെ മിണ്ടാതിരിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഓർമ്മിപ്പിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു സബ്ജക്റ്റും വെറുതെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് നമ്മൾ തുടങ്ങി വെച്ചു. സിമ്പിൾ പാസ്റ്റ്, വാട്ട് ഈസ് സിമ്പിൾ പാസ്റ്റ്? സബ്ജക്റ്റ് ഉപയോഗിക്കുക, വെർബിന്റെ പാസ്റ്റ് ടെൻസ് അത് വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്കറിയാം ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 കാലങ്ങൾ നമുക്ക് എഴുതാം. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയണം. ഗോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. അപ്പൊ ഗോ, വെന്റ്, ഗോൺ. അപ്പോ നേരത്തെ പറഞ്ഞു പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് എന്ന് മനസ്സിലാക്കണം. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഐ വെന്റ് ടു ഡൽഹി. ഞാൻ ഡൽഹിക്ക് പോയി. അല്ല, ഐ സബ്ജക്റ്റ് ആണ്. വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. I went to Delhi. ഞാൻ ഡൽഹിക്ക് പോയി. She took the books. ടേക്ക് എടുക്കുക പ്രസന്റ് ടെൻസ് ആണ്. എന്റെ പാസ്റ്റ് ടെൻസ് ആണ് took. She took the book. അവൾ ബുക്ക് എടുത്തു. ഓക്കെ, അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് സബ്ജക്റ്റ് എഴുതുന്നു, വെർബിന്റെ ഒരു പാസ്റ്റ് ടെൻസ് പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള രാവിലെ മുതൽ നിങ്ങൾ ഇന്ന് വീട്ടിലായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവില്ലേ? അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം. പാസ്റ്റ് ടെൻസ് എപ്പോഴും കഴിഞ്ഞു പോയ സംഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ സംഭവം, കഴിഞ്ഞു പോയത്, ഓൾറെഡി ഹാപ്പൻഡ്, കഴിഞ്ഞു പോയത്. ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ സമയം ഏതാണ്ട് 8:18 ആ 18 വരെയുള്ള സമയത്തിനുള്ളിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യും. അതെല്ലാം സിമ്പിൾ പാസ്റ്റിൽ പറയാൻ പറ്റും, കാരണം എല്ലാം കഴിഞ്ഞു പോയ സംഭവം. എക്സാമ്പിൾ പറയാം, ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock in the morning. അല്ല, വേക്കപ്പ് എഴുന്നേൽക്കുക, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വോക്കപ്പ്, എഴുന്നേറ്റു. രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ കുക്ക് ദ ഫുഡ് ഫോർ ദ ഫാമിലി. ഞാൻ എന്ത് ചെയ്തു? എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കി. ഐ കുക്ക് ഫുഡ് ഫോർ ദ ഫാമിലി. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ റെഡിയാക്കി. ഐ കുക്ക് ഫുഡ് ഫോർ ദ ഫാമിലി. അതുകൊണ്ട് പറയാം, ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചു. ഐ ടോട്ട് മൈ ചിൽഡ്രൻ. എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു. അപ്പോഴാണ് പത്രക്കാരൻ വന്ന് പേപ്പർ ഇട്ടുകൊണ്ട് പോയത്. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു.
അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ TV ഒന്ന് ഓണാക്കി. ഐ വാച്ച് ദ TV. ഐ ചെക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോ വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ നോട്ടിഫിക്കേഷൻ ഐ ചെക്ക് ദ നോട്ടിഫിക്കേഷൻ ഇൻ മൈ മൊബൈൽ. ചെക്ക് CHCKED. അങ്ങനെ നമുക്ക് ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഒരെണ്ണം പറയാം, ഓരോന്ന് പറയാം. നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു കാര്യം പറയാം. സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസും. ഓക്കെ, I went my friend home. വെരി ഗുഡ്. ഐ വെന്റ് ടു മൈ ഫ്രണ്ട്സ് ഹോം. ഓക്കെ, ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പോയി. ഓക്കെ, വെരി ഗുഡ്. I washed my clothes. I washed my clothes. Very good. I washed my clothes. Okay. Then. I took tuition for children. Very good. I took tuition for the children. കുട്ടികളെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചു. ഓക്കെ, വെരി ഗുഡ്. അതൊക്കെ നല്ല കാര്യമുണ്ട്. വെരി ഗുഡ്. സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസ്റ്റ് ടെൻസ് വേണം. അത്രയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. ഒബ്ജക്റ്റ്, മാനറോ, പ്ലേസോ, ടൈമോ. യെസ്, ഇന്ന് നിങ്ങൾ ചെയ്ത ബാക്കിയുള്ള ആരൊന്നും വീട്ടിലൊന്നും ചെയ്തില്ലേ? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെയ്ത ഒരു കാര്യം പറയൂ. വസ്ത്രം അലക്കി, മുറി ക്ലീനാക്കി, പത്രം വായിച്ചു, ഗ്ലാസ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു, വേസ്റ്റ് പുറത്തേക്ക് എറിഞ്ഞ് കളഞ്ഞു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കിടക്കല്ലേ. എന്തെങ്കിലുമൊക്കെ പറയും. I fried chips today for honor. For the family. I fried chips for the family. Okay. സത്യസന്ധമായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. Yes. I cleaned the house. I cleaned the house. Okay. I cleaned the house. വേണമെങ്കിൽ നമുക്ക് I watered the plant എന്ന് പറയാം. ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു. Watered the plants. കണ്ടോ? I watered the plants. Okay. പറഞ്ഞോ. I saw my friend. I saw my friend. See എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് saw. I saw my friend. Okay. ലിൻഡ പറഞ്ഞോളൂ. I watched the movie. I watched a movie. ഞാനൊരു സിനിമ കണ്ടു. വെരി ഗുഡ്. I watched a movie. Yes. Subject plus past tense of the verb. ഇത്രയും മാത്രം മതി. Subject plus past tense of the verb. Yes. ഈ ആരെങ്കിലും 21 പേരുണ്ട്. ഒരു 5-6 പേര് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംഭവം പറയൂ. I wrote my notes. Yes, very good. Rovia, I wrote my notes. Okay, WROTE wrote. I wrote my notes. Okay. അടുത്തത്. I did my homework. വെരി ഗുഡ്. ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഈ ഡിഡ് എന്ന് പറഞ്ഞ വാക്ക് വളരെ പ്രശ്നമുള്ള വാക്കാണ്. പല സ്ഥലത്ത് കയറി വരുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. ഡിഡ്, ഡു, ഡസ് ഒക്കെ. ഓക്കെ, ഐ ഡിഡ് മൈ ഹോംവർക്ക്. വെരി ഗുഡ്. I cooked food for my son. ഓക്കെ, ഐ കുക്ക്ഡ് ഫുഡ് ഫോർ മൈ സൺ. ഓക്കെ, I played a game in my mobile phone. I played a game in my mobile phone. Very good. I played a game in my mobile phone. Yes. What is next? ഇനി ആർക്കെങ്കിലും അങ്ങനെ പറഞ്ഞോ? തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ. പറഞ്ഞവർക്ക് തന്നെ ഇനി ഒരു ചാൻസ് കൂടി തരാം. നിങ്ങളത് പറഞ്ഞോ. വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോ. വേറെ എന്തെങ്കിലും ഒരു കാര്യമല്ലല്ലോ, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഇംഗ്ലീഷിൽ പറയാനോ? യെസ്, പറയാനായിട്ടുള്ള ആ ഒരു താല്പര്യം കൂടി കാണിക്കുക. I ate my food. ഓക്കെ, ഐ ഏറ്റ് മൈ ഫുഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. I drank milk. ഐ ഡ്രൈവ് അല്ല, ഡ്രൈവ് ഓടിക്കുക. എന്റെ പാസൻസ് ഐ ഡ്രോ. ഓക്കെ, ഐ ഡ്രോ ദ കാർ. ഓക്കെ, I wrote a letter.
പറഞ്ഞോളൂ. I wrote a letter. I wrote a I letter. drank milk. Okay. Deepthi, okay. I went to pick my son Anganwadi. I went to the Anganwadi. Okay, with my son. Okay. ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. സബ്ജക്റ്റ് എഴുതി വെർബിന്റെ പാസേഴ്സും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയായി. ഇനി നമുക്ക് അടുത്തത് അപ്പോ നമ്മളോട് പറയണം അവൾ വന്നു, ഷീ കെയിം. സബ്ജക്റ്റ് ഷീ ആണ്, കെയിം പാസ്റ്റേഴ്സ് ആണ്. അവൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റി. അവൾ വന്നിട്ടില്ല എന്നാണെങ്കിലോ, നീ കുളിച്ചിട്ടില്ല, നീ പഠിച്ചിട്ടില്ല, നീ ഉറങ്ങിയിട്ടില്ല, നീ വിളിച്ചിട്ടില്ല, നീ ക്ഷണിച്ചിട്ടില്ല, നീ ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെ ഇല്ല എന്ന് പറയേണ്ടി വരുമ്പോ നമ്മൾ എന്ത് ചേർക്കണം? അത് കഴിഞ്ഞു പോയ സംഭവമാണ്. രാവിലെ 8 മണിക്ക് കുളിക്കേണ്ടതായിരുന്നു, കുളിച്ചിട്ടില്ല, അപ്പൊ കഴിഞ്ഞു പോയ സംഭവം. അത് പറയുന്നത് 9 മണിക്കാണ്. 1 മണിക്കൂറായില്ലേ ആ സംഭവം നടക്കാതെ ആയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇല്ല എന്ന് ഈ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. ഡിഡ് നോട്ട്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അത് എവിടെയെങ്കിലും മനസ്സിലൊന്ന് കോറിയിട്ടേക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ മുന്നിൽ ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് വെന്റ് എന്നാണ് അർത്ഥം. ഡിഡ് ഗോ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ മുന്നിൽ ഡിഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ടുക്ക് എന്ന അർത്ഥമാണ്. ഈറ്റ്, ഡിഡ് ഈറ്റ് എന്ന് പറയുമ്പോൾ എയ്റ്റ്, എയ്റ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കൊള്ളും. അപ്പൊ നമുക്ക് ഇതിന്റെ വിഷയത്തിലോട്ട് വരാം. അവൾ വന്നു എന്നുടനെ ഷീ കെയിം എന്ന് പറഞ്ഞു. അവൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഷീ ഡിഡ് നോട്ട് കം എന്ന് പറഞ്ഞാൽ മതി, കെയിം എന്ന് പറയണ്ട. കാരണം ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ മീനിങ് കിട്ടിക്കോളും. അപ്പൊ എന്ന് പറയുമ്പോൾ അവൾ വന്നിട്ടില്ല എങ്കിൽ ഷീ ഡിഡ് നോട്ട് കം, അവൾ വന്നിട്ടില്ല. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, യു ഡിഡ് നോട്ട് സ്ലീപ്, നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. മകനോട് നമ്മൾ പറയണം, നീ പഠിച്ചിട്ടില്ല, യു ഡിഡ് നോട്ട് സ്റ്റഡി, നീ പഠിച്ചിട്ടില്ല, യു ഡിഡ് നോട്ട് സ്റ്റഡി. ഒരു കാര്യം പറഞ്ഞു, അത് കൃത്യമായിട്ട് ചെയ്തപ്പോൾ പറഞ്ഞു യു ഡിഡ് നോട്ട് ഫോർഗെറ്റ്, നിങ്ങൾ മറന്നിട്ടില്ല, നിങ്ങൾ മറന്നുപോയില്ല. കണ്ടോ? നമ്മൾ ഭക്ഷണം കൊടുത്തു, കുറച്ചേരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് പറയാം യു ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ്, നീ എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. വീണ്ടും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ കടന്നു വരികയാണ്. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യം ഇന്ന് ചെയ്യാതിരുന്നിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ കുളിക്കാറുള്ളതാണ്, പക്ഷെ ഇന്ന് രാത്രി കുളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് പറയാം ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ ബാത്ത്, ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം, ഞാൻ ഇന്ന് മുറി വൃത്തിയാക്കിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നതും എന്നാൽ ഇന്ന് ചെയ്യാതിരുന്നതുമായ ഒരു കാര്യം, അത് ഡിഡ് നോട്ട് വെച്ചെന്ന് പറഞ്ഞേ. അപ്പൊ കറക്റ്റായി. ഡിഡ് നോട്ട് അതിലും I did not wash my clothes. വെരി ഗുഡ്. ഐ ഡിഡ് നോട്ട് വാഷ് മൈ ക്ലോത്ത്സ്. ഓക്കെ, സമയം കിട്ടിയില്ല, ഇന്ന് ചെയ്തില്ല, ഇന്ന് ഞാൻ ചെയ്യുന്നതാണ്, ഇന്ന് ചെയ്തില്ല. ഓക്കെ, പറഞ്ഞ ഓരോരുത്തരും ഡിഡ് നോട്ട് വേണം വെർബിന്റെ പെർസെന്റേജ്. നിങ്ങളൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം. നിങ്ങൾ ഇതിന് പറയുമ്പോൾ അറിയാണ്ട് പഠിച്ചു പോകും, പഠിച്ചു പോവില്ല, അത് മനസ്സിലാക്കി പോകും. ഓക്കെ, I did not clean the utensils. ഓക്കെ, ഐ ഡിഡ് നോട്ട് ക്ലീൻ. ഓക്കെ. I did not go to the temple. ഐ ഡിഡ് നോട്ട് ഗോ ടു ദ ടെമ്പിൾ. ഓക്കെ, I did not eat the breakfast. ഐ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ പരിപാടിക്കിടയിൽ കയറിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മുടക്കരുത് കേട്ടോ. വേറെ ഏത് ഫുഡും മുടക്കി കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മുടക്കരുത്. ഈ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് പേര് വരാൻ എന്താ കാരണം? ആർക്കെങ്കിലും പറയാമോ? I did not water the plant. ഐ ഡിഡ് നോട്ട് വാട്ടർ ദ പ്ലാന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞു കേട്ടെ.
ഐ ഡിഡ് നോട്ട് വാട്ടർ ദ പ്ലാന്റ്. ഞാൻ ഇന്ന് ചെടികൾക്ക് വെള്ളം ഒഴിച്ചില്ല. I did not take the rest ഐ today. ഡിഡ് നോട്ട് ടേക്ക് ദ റെസ്റ്റ്. ഇന്ന് ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. വെരി ഗുഡ്. ഐ ഡിഡ് നോട്ട് ടേക്ക് ദ റെസ്റ്റ്. ഓക്കെ, I did not cook today. ലിൻഡ പറയൂ ആദ്യം. ഐ ഡിഡ് I നോട്ട്. did not read the book. ഓക്കെ, ഐ ഡിഡ് നോട്ട് റീഡ് ദ ബുക്ക്. ഓക്കെ ഓക്കെ. ഇനി I did not cook today. I did not cook today. Okay, I did not cook today. Yes. ഇനിയും ഇന്ന് നിങ്ങൾ ചെയ്യാതിരുന്ന, എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, ഇന്ന് സമയക്കുറവ് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക ആവശ്യങ്ങൾ കൊണ്ടോ നീക്കുപോക്കുകൾ കൊണ്ടോ ഇന്ന് ചെയ്യാതിരുന്ന ഒരു കാര്യം പറയും. ഡിഡ് നോട്ട് വെച്ച് പറഞ്ഞാൽ ശരിയായത്. യെസ്, ഐ ഡിഡ് നോട്ട് പറയൂ. ഐ ഡിഡ് നോട്ട് ഒരു വെർബിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഐ ഡിഡ് നോട്ട് കുക്ക് ദ ഫുഡ്, ഐ ഡിഡ് നോട്ട് വാട്ടർ ദ പ്ലാന്റ്, ഐ ഡിഡ് നോട്ട് വാഷ് മൈ ഡ്രസ്, ഐ ഡിഡ് നോട്ട് റീഡ്, ഐ ഡിഡ് നോട്ട് റൈറ്റ്, ഐ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്ക്. ഇതിന് കിടക്കിലെ കാര്യങ്ങള് പറഞ്ഞു. I did not watch the phone today. ഓ വെരി ഗുഡ്. ഐ ഡിഡ് നോട്ട് വാച്ച് ദ ഫോൺ ടുഡേ. ഇന്ന് ഞാൻ ഫോൺ തുറന്നു നോക്കിയിട്ടില്ല. I did not watch the phone today. Very good. Yes. I did not hit my home yet. ശരണ്യ പറയൂ. I did not ഒന്നുകൂടി പറഞ്ഞ. I did not hit my home yet. I did not clean my home yet. Okay. Courtyard. പറഞ്ഞു ലിജി. I did not drink my coffee. I did not drink my coffee. Okay, I did not drink my coffee. Yes. Okay. I did not read newspaper today. I did not read newspaper today. Very good. I did not read newspaper today. Okay. അടുത്തത്. I did not. I did not write my notes. I did not write my notes. Okay, okay, very good. I did not write my note today. Okay. ഇന്ന് ഞാൻ നോട്ട് എഴുതിയില്ല. Yes. Then. Okay. അപ്പൊ നമുക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകം പറഞ്ഞു, അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അതങ്ങോട്ട് ഫിനിഷ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഖൈറുന്നീസ ഐ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചല്ലോ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേര് വരാൻ എന്താണ് കാരണം? അപ്പോ ഏറ്റവും ഏത് നേരം നമ്മൾ ഭക്ഷണം കഴിച്ചത് രാവിലത്തെ ഭക്ഷണം നമ്മൾ മുടക്കരുത്. കാരണം രണ്ട് ഭക്ഷണങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് ഏറ്റവും കൂടുതലുള്ള സമയം അത് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന ഭക്ഷണമാണ് രാവിലത്തേത്. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു 4 മണിക്കൂറിന്റെ ഗ്യാപ്പുള്ളൂ. അതുപോലെ വൈകുന്നേരം കഴിക്കുമ്പോൾ ചായ കുടിക്കുമ്പോഴും കുറച്ച് ഗ്യാപ്പുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും ചെറിയ ഗ്യാപ്പുള്ളൂ. നേരെ മറിച്ച് രാത്രി നമ്മളൊരു 9 മണിക്ക് ഭക്ഷണം കഴിച്ചു. അപ്പൊ 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8 മണിക്കാകുമ്പോൾ രാവിലെ കഴിക്കുകയാണ്. അപ്പൊ 11 മണിക്കൂറിന് ശേഷമാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ 11 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. വി ആർ ഫാസ്റ്റിംഗ്. ഉപവസിക്കണം. ഫാസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപവസിക്കുക. നമ്മൾ 11 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുകയാണ്. കിടന്ന് ഉറങ്ങിയാണ്, സമ്മതിച്ചു. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു 11 മണിക്കൂർ. ആ ഉപവാസം ബ്രേക്ക് ചെയ്യണത് രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഉപവാസം ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്. അതുകൊണ്ടാണ് രാവിലത്തെ ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം മുടക്കാതിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ 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 മറ്റേത് നേരം ഭക്ഷണം വേണ്ടാന്ന് വെച്ചാൽ രാവിലെ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. ഓക്കെ. അപ്പൊ ഇവിടെ തുടങ്ങി അതങ്ങനെ ശീലമാക്കിക്കൊള്ളുക. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സിമ്പിൾ പ്രസന്റിന്റെ സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഡിഡ് നോട്ട് വെച്ച് പറഞ്ഞു. ഡിഡ് നോട്ട്. അവൾ വന്നു, ഷീ കെയിം. അവൾ വന്നിട്ടില്ല, ഷീ ഡിഡ് നോട്ട് കം. ഡിഡ് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഷീ ഡിഡ് നോട്ട് കം എന്നുള്ളത് മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവൾ വന്നോ. നമ്മളൊരു
ചോദ്യം ചോദിക്കണം. അവൾ വന്നോ? നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ ഉറങ്ങിയോ? നിങ്ങൾ വിളിച്ചോ? നിങ്ങൾ എന്നെ കണ്ടോ? അങ്ങനെ നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കാം, അവൾ വന്നോ എന്ന് ചോദിക്കണമെങ്കിൽ അവൾ വന്നിട്ടില്ല എന്ന് എഴുതിയല്ലോ നമ്മൾ ഷീറ്റിൽ എടുക്കാം. അതിലെ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ഡിഡ് ആദ്യം പറയാം. അപ്പൊ എന്ത് പറയും? ഡിഡ് ഷീ കം? അവൾ വന്നോ? നിങ്ങൾ ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്? ഉറങ്ങിയോ? നിങ്ങൾ എന്നെ വിളിച്ചോ? ഡിഡ് യു കോൾ മീ? രാവിലെ വൈകി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ ചോദിക്കാം, ഡിഡ് യു കോൾ മീ? എന്തുകൊണ്ട് എന്നെ നേരെ വിളിച്ചു? ഡിഡ് യു കോൾ മീ? നിങ്ങൾ എന്നെ വിളിച്ചോ? നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തോ? ഡിഡ് യു കുക്ക് ദ ഫുഡ്? ഡിഡ് യു പ്രിപ്പയർ ദ ഫുഡ്? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചോ? ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? നിങ്ങൾ എന്നെ കണ്ടോ? ഡിഡ് യു സീ മീ? അപ്പൊ ഇപ്പൊ ഏതാണ്ട് 21 പേരുണ്ട്. അപ്പൊ ഡിഡ് ഉപയോഗിക്കാൻ, ഡിഡ് ഉപയോഗിച്ചതിന് ശേഷം ഈ 21 പേരിൽപ്പെട്ട ഒരാളോട്, 21 പേര് ഒരാൾ നിങ്ങളാകുമ്പോൾ ബാക്കി 20 പേര് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക. ഡിഡ് വെച്ച് ചോദിക്കുക. ഡിഡ് വെച്ച് ഒരു സൗഹൃദ ചോദ്യം ചോദിക്കുക. ഡിഡ് ആദ്യം വന്ന ഒരു ചോദ്യം, ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? നീ ഇന്ന് പത്രം വായിച്ചോ? Yes. Attend the class. Yes. Did you attend the class today? Okay. നീ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, പറഞ്ഞു. Did you go to office? Got the office? Did you go to office? നീ ഇന്ന് ഓഫീസിൽ പോയോ? കണ്ട, വഴിയിൽ വെച്ച് കടന്നു നമുക്ക് ചോദിക്കാം. Did you go to office? നീ ഇന്ന് ഓഫീസിൽ പോയോ? വെരി ഗുഡ്. അടുത്തത്. Did you write assignment? ഓക്കെ. Did you write assignment? നീ അസൈൻമെന്റ് എഴുതിയോ? അത് ചോദിക്കാവുന്നതാണ് വേറെ ആളോട്. കേട്ടോ, 21 പേരിൽ ഒരാൾ താങ്കളാകുമ്പോൾ ബാക്കിയുള്ള 20 പേരോട് ഒരാളോട് ചോദിക്കാം, ഡിഡ് യു റൈറ്റ് അസൈൻമെന്റ്? നിങ്ങൾ അസൈൻമെന്റ് എഴുതിയോ? ഓക്കെ ഓക്കെ. Did you study today? വെരി ഗുഡ്. അത് ഉറപ്പിച്ച് പറഞ്ഞു നിസിയ. ഡിഡ് യു സ്റ്റഡി ടുഡേ? നീ ഇന്ന് പഠിച്ചോ? ഓക്കെ. അടുത്ത്. Did you complete? അമൃത പറയൂ. അമൃത. Did you wash the clothes? ഓക്കെ. ഡിഡ് യു വാഷ് ദ ക്ലോത്ത്സ്? ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞാല് ശരിയാണ്. ഡിഡ് യു വാഷ് ദ ക്ലോത്ത്സ്? Did you complete? കംപ്ലീറ്റ്. Did you complete our records for submission? ഓക്കെ, വെരി ഗുഡ്. നല്ല സെന്റൻസ് ആണ്. നീളമുള്ള. ഡിഡ് യു കംപ്ലീറ്റ് ദ റെക്കോർഡ്സ് ഫോർ അവർ സബ്മിഷൻ? നമ്മൾ കൊടുക്കേണ്ട സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തു. വെരി ഗുഡ്. ഡിഡ് യു കംപ്ലീറ്റ് ദ റെക്കോർഡ്സ് ഫോർ സബ്മിഷൻ? ഓക്കെ ഓക്കെ ഓക്കെ. Did you watch today's news? Did you watch today's news? Very good. ഇന്നത്തെ ന്യൂസ് ശ്രദ്ധിച്ചോ? വെരി ഗുഡ്. ഓക്കെ. Did you watch today's news? Okay. Did you take the medicine? പറഞ്ഞോളൂ ഭാവന, പറഞ്ഞോളൂ. Did you take the medicine? ഓക്കെ. Did you take the medicine? അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. മാതാപിതാക്കന്മാര് പ്രായമായിട്ടുള്ള ഡിഡ് യു ഗിവ് മെഡിസിൻ ടു പാരന്റ്സ്? അവർക്ക് മെഡിസിൻ കൊടുത്തു. കേട്ടോ, ഡിഡ് യു ടേക്ക് മെഡിസിൻ? ഓക്കെ ഓക്കെ, അത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. വഴിയിൽ വെച്ച് നിങ്ങൾ 21 പേര് ഒരാളെ കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സൗഹൃദത്തിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നു ഡിഡ് വെച്ച്. യെസ്, ചോദിച്ചോളൂ. Did you eat dinner? ഓക്കെ. ഡിഡ് യു ഈറ്റ് ഡിന്നർ? ഡിഡ് യു ഈറ്റ് ഡിന്നർ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഡിന്നർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രാത്രി കഴിക്കുന്നതോ? അപ്പൊ അത് സപ്പർ എന്ന് പറഞ്ഞാ പോലെ. അത്താഴം നമ്മൾ സപ്പർ എന്ന് പറയാറില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ശീലിച്ചതാണ് സപ്പർ പറയാത്തത്. ഡിന്നർ എന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് സപ്പർ പറയാത്തത്. ഓക്കെ 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 ഓക്കെ. ഡിന്നർ ആയിപ്പോയോണ്ടാണ് ഫുഡ്. അതായത് കുറച്ചുകൂടി കാര്യമായ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന ഭക്ഷണം കഴിക്കില്ലേ, അതാണ് നമ്മൾ ഡിന്നർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ സാധാരണ ഗതിയിൽ വിഭവസമൃദ്ധമായ ഫുഡ് കഴിക്കുന്നത് പകലാണ്, ഉച്ചക്കാണ്. പക്ഷെ വിദേശത്താവുമ്പോ അത് വൈകിട്ടാണ്.
അപ്പൊ പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഞാനത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ അടിച്ചു വിട്ടതാണോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചത് മാത്രം. ഓക്കെ കീപ് ഇറ്റ്. വെരി ഗുഡ്. അപ്പോ ഐ ഡിഡ് നോട്ട് ടേക്ക് ദ ഡിന്നർ ടുഡേ. ഓക്കെ, യെസ്. Did you get any opportunities for our internship? Oh, did you get any opportunity for our internship? Okay, very good. Okay. Very good. Now you will get the opportunity, don't worry. Okay. Did Yes. you watch the news? Panalo, did you watch the news? Did you watch the news? Okay. Did you watch the news? Okay, very good. Did you watch the news? Okay. Did you iron the clothes? Did you iron the clothes? Very good. Did you iron the clothes? Yes. Did you understand today's English class? Did you understand today's English class? Did you see my mother? Did you see my mother? എന്റെ അമ്മയെ കണ്ടോ? വീട്ടിൽ വന്നപ്പോ കാണാനില്ല. Did you see my mother? Okay. അത് ഞാൻ ചോദിക്കുന്നത്, did you understand my class? Yes, sir. Yes, sir. Okay. ശരി, ഓക്കെ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പഠിപ്പിക്കുന്നതിൽ ഞാനിപ്പോ പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ അതെന്താണ് അങ്ങനെയെന്ന് തോന്നി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞോട്ടോ. നോ പ്രോബ്ലം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അകത്തൊന്നും പഠിക്കണ്ട. അതൊന്നൊക്കെ നമുക്ക് ഇതൊന്ന് ശരിയാക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ. അപ്പൊ അതൊന്നും പഠിക്കണം. നിങ്ങൾ അങ്ങനെ ചമ്മലോ നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട. പലപ്പോഴും പല ആളുകളും പരാജയപ്പെട്ടു പോയിട്ടുള്ളത് വിജയത്തിനോട് അടുത്തെത്തിയപ്പോഴാണ്. വിജയത്തിനോട് അത്രയും അടുത്തെത്തി എന്നറിയാതെ പിന്മാങ്ങിപ്പോയവരാണ്. അപ്പോ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനേ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ രാത്രി ഒരു 8 മണി 9 മണി ആകുമ്പോൾ ഒരു പയ്യൻ വരും. അപ്പോ അവന്റെ അമ്മ ഒരു സ്ഥലത്ത് വേലക്ക് നിൽക്കുകയാണ്. ആ വേലക്ക് നിൽക്കുന്ന വീട്ടിലുള്ള അവരുടെ ഓണറിന്റെ മകൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇത് ഇപ്പോഴത്തുള്ള സംഭവമുണ്ട്. ഞാനൊരു 85-90കളിലെ കാര്യമായി പറഞ്ഞേ. അപ്പോ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോ ഒരു പ്രാവശ്യം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോ ഈ വേലക്കാരിയോട് പറഞ്ഞു, മകനോട് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പറയും, ഞാൻ അവന് ഷിപ്പിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് പിന്നെ മനസ്സിലോട്ട് അങ്ങോട്ട് കയറി. അപ്പൊ എങ്ങും എത്താതെ ജീവിതത്തിൽ നടന്ന അവൻ പിന്നെ അവൻ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം ഒരു രാത്രി 8 മണി 9 മണിയാകുമ്പോൾ വരാം. എന്നിട്ട് ഞാൻ സാറിനോട് കുറച്ച് ഇംഗ്ലീഷ് പറയും. ഇവൻ വന്നു. പറയണ മുഴുവൻ തെറ്റായിരിക്കും, പക്ഷെ ഇവന് ചമ്മൽ എന്ന് പറയുന്ന സാധനമില്ല. ഇവരങ്ങനെ വന്നത് പറയണം. അതിനു വേണ്ടി അവൻ മെനക്കെട്ട് എന്ന് പറയണം. അപ്പൊ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2-3 കൊല്ലം പിന്നെ ഞാൻ വേറെ ജോലിക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്ഫർ ആയി പോയി. പിന്നെ വന്നു കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോ ഞാനോ കണ്ടു. യാദൃശ്യമായിട്ട് കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ അവൻ ഷിപ്പിൽ കയറി. അന്നേ എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു ഇവൻ എവിടെയെങ്കിലും എത്തും. കാരണം അവന്റെ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമ്മളത് തീരുമാനിക്കുക. നമ്മൾ വിചാരിച്ചതിന്റെ മുകളിലെത്തും ചിലപ്പോൾ. APJ അബ്ദുൽ കലാം പൈലറ്റിന്റെ പരീക്ഷ എഴുതി എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പാസ്സായി പൈലറ്റ് ആവാൻ പോയ ആളാണ്. അപ്പൊ അദ്ദേഹം തന്നെ പല പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി 11 പേരുണ്ടായിരുന്നു. അതിൽ 11ാമത്തെ ആളായിരുന്നു പുള്ളി എടുത്തില്ല. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ ഹി വാസ് ദ കമാൻഡർ ഇൻ ചീഫ്. ഇതിന്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് മാറി. പൈലറ്റ് ആവാൻ വ്യോമസേനയിൽ പൈലറ്റ് ആവാൻ പോയിട്ട് അത് കമാൻഡർ ഇൻ ചീഫായിട്ട് മാറി പുള്ളി. സോ ചിലപ്പോൾ നമുക്ക് വിധിച്ചേക്കണം അതിന്റെ മുകളിലുള്ള സംഗതിയായിരിക്കും. അപ്പൊ ഡോണ്ട് വറി. അപ്പൊ വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. വഴിയിൽ വെച്ച് നമ്മൾ കണ്ടവരോട് നമ്മൾ ചോദിക്കുന്നു, ഡിഡ് യു സീ മൈ മദർ? നിങ്ങൾ ഇതിന്റെ അമ്മയെ കണ്ടോ? ഓക്കെ, നെക്സ്റ്റ്. പറയും മക്കളെ, 2 മിനിറ്റ് പറയും. അത് എനിക്ക് അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ഇട്ടുതരാൻ. യെസ്, ഡിഡ് വെച്ച് ഒരു വാചകം കൂടി പറയും. Did you teach your children today? Teach your children today. നിങ്ങൾ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചോ? Did you teach your children today? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡിഡ് വെച്ചതിന് ശേഷം അത് ക്വസ്റ്റ്യൻ ആക്കി എങ്ങനെ പറയുന്നു, പോസിറ്റീവ് സെന്റൻസ് ആക്കി എങ്ങനെ പറയുന്നു, നെഗറ്റീവ് സെന്റൻസ് ആക്കി എങ്ങനെ പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് 2 വാചകം ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള ഒരു അവസരം ഞാൻ തരികയാണ്. 2 വാചകം, 2-3 വാചകം പറയാം. അപ്പൊ ഞാൻ ആദ്യത്തെ ആള് വരിക. ഒരാള് ആദ്യം ഐ ആം റെഡി.
എന്ന് പറഞ്ഞിട്ട് വരിക. സിമ്പിളായ ചോദ്യം. I am ready. യെസ് ഭാവന, വെരി ഗുഡ്. ആദ്യം വരാൻ കാണിച്ച വലിയ മനസ്സിന് കൺഗ്രാജുലേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഭാവനയോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരോടും കൂടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിരിക്കണം. അപ്പോൾ ഭാവന ഉത്തരം പറഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയാനായിട്ടുള്ള സംഗതി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. 2-3 ദിവസത്തിന് സിമ്പിൾ ചോദ്യം, വെരി വെരി സിമ്പിൾ. ഓക്കെ ഭാവന, ആർ യു റെഡി? Yes, sir. ഓക്കെ, എന്തായിരിക്കണം ഇത്? അങ്ങനെ ആയിരിക്കണം. യെസ് സർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത് സിവിൽ സർവീസിന് ഒരു പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇതായിരുന്നു, വെൻ വാസ് ദ ലാസ്റ്റ് ഡേ യു ക്രൈഡ്? നിങ്ങൾ ഏറ്റവും ഒടുവിൽ കരഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പറയണ്ട, മനസ്സിൽ വിചാരിച്ചു. വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? ഏറ്റവും അവസാനം നിങ്ങൾ കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, യെസ് ഐ റിമെമ്പർ വെൻ മൈ ഡിഗ്രി റിസൾട്ട് വാസ് പബ്ലിഷ്ഡ്. എൻ്റെ ഡിഗ്രി റിസൾട്ട് പബ്ലിഷ് ചെയ്ത എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ കുട്ടിക്ക് വിചാരിച്ചതിനേക്കാളും കുറവ് മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതുമല്ല എങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അന്നാണ് ഞാൻ അവസാനമായിട്ട് കരഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഭാവന, ഞാൻ ചോദിക്കുകയാണ്, ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? അപ്പൊ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ അവസാനം കരഞ്ഞ ദിവസം ഒന്ന് ഓർക്കുക. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റാവുന്ന കാരണമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ഓർത്ത് വെക്കുക, വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് ഐ ക്രൈഡ്? ഞാൻ അവസാനമായിട്ട് കരുതുന്നതാണ്. എന്തായിരുന്നു വിഷയം? ഭാവന, ഞാൻ കുറച്ചേരം കൂടെയൊക്കെ സംസാരിച്ചത് ഭാവനക്ക് ഒന്നുകൂടെ ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഐ തിങ്ക് ദാറ്റ് യു ഹാവ് ഗോട്ട് ദ ടൈം, ഇനഫ് ടൈം ടു തിങ്ക്. സോ ക്യാൻ യു സേ വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? Yes, I remember my grandmother's death. Okay, I cried last at the death of my grandmother. അമ്മൂമ്മ മരിച്ച സമയത്താണ് ഞാൻ അവസാനമായിട്ട് കരഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നമുക്ക് 21 പേരുണ്ട്, 21 പേരും പറയണം. യെസ് ഭാവന, എണ്ണം പിടിച്ചോട്ടോ. ആദ്യത്തെ ആള് കഴിഞ്ഞു. യെസ്, തുടങ്ങുക. ഐ ക്രൈഡ് ലാസ്റ്റ്, ഞാൻ അവസാനമായി കരഞ്ഞത്. പിന്നെ കാര്യം പറയും, ഇന്ന വിഷയമാണ്. I am also same situation. My grandfather death day, I am very crying. I am also the same situation. ഞാനും അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്. ഐ ക്രൈഡ് അറ്റ് ദ ഡെത്ത് ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അവിടെ ഗ്രാൻഡ് മദർ ആണെങ്കിൽ ഇവിടെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞത് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് കുഴപ്പമൊന്നുമില്ല. ശരി, Okay, sir. യെസ്. ഓരോരുത്തരും കരഞ്ഞ ദിവസം ആലോചിക്കണം. ഞാൻ കരഞ്ഞിട്ട് കുറെ നാളായാലും ചിന്തിച്ചതാണ്. സംഭവം I remember വെരി ഗുഡ്. പറയൂ. yesterday ആ because of 26th August, my friend death anniversary. Okay, okay. Okay, okay. It is a remembrance because of the death of my friend's death anniversary. Sir? Okay. Yes, I remember 2017 October 5th, Wednesday, my mother is dead. The last I cried the death of my mother. I cried at the death of my mother, on the day of the death of my mother. Okay, 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 okay. Yes. നിങ്ങളാരും ഒരു രസകരമായ മറുപടി, ഒക്കെ വളരെ ദാരുണമായ സംഭവങ്ങളാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഐ ക്രൈഡ് അറ്റ് ദ ഡേ ഓഫ് മൈ മാരേജ്. ഞാൻ എൻ്റെ കല്യാണത്തിന്റെ ദിവസമാണ് കരഞ്ഞത്. ബിക്കോസ് അച്ഛനും അമ്മയും വിട്ടിട്ട് അവിടുന്ന് പോകുന്ന സമയത്തുള്ള ഒരു കരച്ചിലായിരുന്നു അത്. യെസ്, ഞാൻ ആരെങ്കിലും നിങ്ങൾ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അല്ല ഇനി അത് പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അത് ഡിലീറ്റ് ആയി, വേറെ പറഞ്ഞാൽ മതി. ഓക്കെ, the last day that you, when was the last day that you cried? I cried last day when my husband went to Kuwait. When my husband went to abroad.
വിദേശത്തേക്ക് പോയപ്പോഴാണ് ഐ ക്രൈഡ് ലാസ്റ്റ്. ഓക്കെ, ഞാൻ അവസാനമായിട്ട് കരഞ്ഞത്. ഓക്കെ, അടുത്ത ആള്. യെസ്. When did you cry last? ഭാവന ഇപ്പൊ എത്ര പേരായി? ഇരുപത്തൊന്ന് പേര്. എത്ര പേര് പറഞ്ഞു ഇപ്പൊ? നിങ്ങളൊന്ന് ആലോചിക്കുമോ? എന്നൊരു സംഭവം കണക്ട് ചെയ്ത് പറയൂ. സർ, ആ, I cried last in Wayanad. Wayanad ട്രാജഡി. tragedy. Yeah. Okay. Due to the Wayanad incident. Incident. Yeah. Okay. The unexpected, the death of so many people and the loss of property to the people. Okay. All these things that made you very sorrow. That is why you cried. Okay. ശരിയാട്ടോ. അത് കണ്ട് നമ്മൾ ടിവിയിലൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് വളരെ വിഷമം. Okay. ഓരോ പാർട്സ്, നമ്മളെ ബോഡി പാർട്സുകൾ കിട്ടുമ്പോൾ നമുക്കത് ടിവിയിൽ കണ്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര സങ്കടമാണ്. അതാണ്. ശരിയാണ്. Okay. എത്രമാത്രം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക്. അതെ. ഒരൊറ്റ സ്വപ്നം രാത്രിയിലാണ് അവരങ്ങനെ ഉറക്കത്തിൽ കൂടെ പോവല്ലേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു. മറ്റേ സുരക്ഷാ സേന പല പാസ്ബുക്കുകളൊക്കെ എടുത്ത് നിവർത്തി കഴിഞ്ഞപ്പോ ബാങ്കിന്റെ പാസ്ബുക്കുകളിലൊക്കെ ചില പാസ്ബുക്കുകളൊക്കെ 500-ന്റെയും ഒക്കെ നോട്ടുകൾ 2-3 വെച്ചേക്കണ കണ്ടിരുന്നു. അതൊക്കെ അടിച്ചപ്പോ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോ ഓരോന്നിലും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു വീട്ടിലത്തെ ഒരാള് പിന്നെ വിദേശത്തും ബാക്കിയുള്ളവരുടെ വൈഫും ഭാര്യയും മക്കളും എല്ലാ കുടുംബത്തെ പോവാണ്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഒരാൾ മാത്രം ജീവിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. കുഞ്ഞുങ്ങൾ ബാക്കി വന്നിട്ട് പേരൻസ് ഒക്കെ പോവുക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് മോഹങ്ങളൊക്കെ പോയിരിക്കുന്നത്. നമ്മളെ എപ്പോഴും ഞാൻ എപ്പോഴും ഈ സ്കൂൾ വിട്ടിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ പോണ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഈ നടന്നു പോകുന്നതെല്ലാം ഈ ഓരോ മാതാപിതാക്കന്മാരുടെയും സ്വപ്നങ്ങളാണ്. ശരിയല്ലേ? നിങ്ങളുടെ കുട്ടികൾ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് ടാറ്റ കുറച്ച് പോകുമ്പോ അതിന്റെ മുകളിൽ നിങ്ങൾ കണ്ട് കെട്ടിപ്പടുക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതെ, ഓരോ മക്കളും വളരുമ്പോ നമുക്ക് ഓരോ സ്വപ്നങ്ങളാണല്ലോ. ഓക്കെ. ഒരുപാട് സ്വപ്നങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവരൊക്കെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഏത് ലെവലായിരിക്കും. അപ്പൊ ചിലപ്പോ വളരെ ടോപ്പ് ലെവലിലോട്ടൊക്കെ വരും. ഓക്കെ, അപ്പൊ ഒന്നും പേടിക്കണ്ട. ലെറ്റസ് ബി ഓപ്റ്റിമിസ്റ്റിക്. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോട് കാത്തിരിക്കാം. എല്ലാം നല്ലത് മാത്രം സംഭവിക്കും എന്ന് നമുക്ക് വിചാരിച്ചിരിക്കാം. ഓക്കെ, നസീമ, വെരി ഗുഡ്. ഓക്കെ. മറ്റുള്ളവരുടെ ദുഃഖത്തിന് പങ്കുചേരാൻ കാണിക്കുന്ന നല്ല മനസ്സിന് സല്യൂട്ട്. ഓക്കെ, യെസ്. അടുത്തത് the last day you cried. പറഞ്ഞോളൂ. I cried last of my son became unconscious for sometimes because he swallowed a tablet. He swallowed a tablet. Okay. Appo your friend became unconscious, so you became very sorrow, so you cried last. My son. My son. Oh, your son. Okay. 2-year-old, sir. Okay. ടാബ്ലറ്റ് ഒക്കെ കുട്ടികളുടെ കയ്യെത്താവുന്ന ദൂരത്ത് നിന്നൊക്കെ മാറ്റിയൊക്കെ വെക്കുക. ഓക്കെ. അപ്പൊ മുബീന പറഞ്ഞു. ഇനി നെക്സ്റ്റ്. I cried too last because my neighbor sudden death. Due to the death of my neighbor, sudden death of my neighbor. അയൽക്കാരന്റെ പ്രതീക്ഷിതമായ മരണത്തിൽ. ഓക്കെ. യെസ്. ഇനി The last time I cried was watching a movie. ലാസ്റ്റ് ടൈം ഐ ക്രൈഡ് വാച്ചിങ് എ മൂവി. അതൊന്നൊരു കുട്ടി പറഞ്ഞിട്ട്, when I yesterday I saw the film ആകാശദൂത്, then I cried. ഞാൻ ആകാശദൂത് സിനിമയിൽ നിന്ന് കണ്ടു, ഞാൻ കരഞ്ഞു. ഓക്കെ. അമൃത, which was the movie that you have seen? അത് ആകാശദൂത് തന്നെയായിരുന്നു സർ.
Yes. Okay. Very good. Very good. Okay. Then I cried last. My children hospitalized. when my children were hospitalized, I cried last. Okay. എന്റെ കുട്ടികൾ ഹോസ്പിറ്റലാക്കിയപ്പോഴാണ് ഞാൻ അവസാനമായി കരഞ്ഞത്. ഓക്കെ. യെസ്. ഇനിയുമുണ്ടല്ലോ ആൾക്കാർ പറയാനായിട്ട്. I cried last when I fought with my husband. I fought with your husband. Okay. You cried last when I quarreled with my husband. Okay. വഴക്കുകളൊക്കെ പറഞ്ഞു തീർക്കുക. ഓക്കെ, റെഡി. Who is next? I cried on the last day of school. The last day at school. Okay. നമ്മൾ കൂട്ടുകാരൊക്കെ പിരിയാനായിട്ട് വളരെയധികം ദുഃഖവും വിഷമമൊക്കെ ഉണ്ടാവും. സോ on the last day of the school we cried. Okay. Then അപ്പൊ ഇങ്ങനെ ആലോചിച്ച് കണ്ടത് നിങ്ങൾ കരഞ്ഞ the last day that you cried. Yes, പറയൂ. The last day that you cried. I cried last when I undergo a surgery. When പറഞ്ഞിട്ട് ബാക്കി പിടികിട്ടിയില്ല. When I undergo a surgery. Sorry. Okay. I cried last when I was taken for a surgery. Okay. Yes. ഇനിയും യെസ്, ഇനിയിട്ടല്ല ആൾക്കാർ പറയേണ്ടത്. നിങ്ങൾ അത് പറയേ, എത്തിക്കോട്ടെ. ഇത്രയും പേരെ പറയാനുള്ളവരും കൂടി പറയും. ഓക്കെ, പറഞ്ഞോളൂ. I cried last day because I slapped my child when I regret about the incident. ഓക്കെ. അത് മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനിയും another reason for your crying. ഓക്കെ, അപ്പൊ ഇനിയും വേണമെങ്കിൽ ഓർമ്മ വരുന്നവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത്, ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയുകയാണ്, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഡ് നോട്ട് ചേർത്താൽ മതി. ഡിഡ് നോട്ട് ചേർക്കുമ്പോൾ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. ഇനി അത് തന്നെ ചോദ്യമായിട്ടാണ് ചോദിക്കേണ്ടതെങ്കിൽ ഡിഡ് ആദ്യം ചേർത്തിട്ട് ചോദിച്ചാൽ മതി, അത് ചോദ്യമാവും. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ വെച്ചിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ നിങ്ങൾ നാളെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മക്കളോട് അത് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഡിഡ് വെച്ച് ചോദിക്കുക. മോനോട് നീ പഠിച്ചോ, ഡിഡ് യു സ്റ്റഡി, അങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാൻ പതിയാൻ വേണ്ടിയായി ഡിഡ് യു സ്റ്റഡി, നീ പഠിച്ചോ. നമ്മൾ അവന് ഭക്ഷണം വെച്ച് കൊടുത്തു, കുറച്ചു നേരം തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം അവൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഡിഡ് യു ഈറ്റ് ഫുഡ്, നീ ഭക്ഷണം കഴിച്ചോ കേട്ടോ. അപ്പൊ നമുക്കത് ചോദിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നാളെ മുതൽ ചോദിക്കുമ്പോൾ ഡിഡ് വെച്ച് ചോദിക്കുന്നു. നമ്മൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ ഡിഡ് നോട്ട് എന്ന് പറയും. ഇന്നത് ചെയ്തിട്ടില്ല, ഐ ഡിഡ് നോട്ട് ക്ലീൻ ദ റൂം ടുഡേ, ഇന്നത് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഡിഡിന്റെ കാര്യം സിമ്പിൾ പാസ്റ്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചോദിച്ചാലും മതി. ഇതേപോലെ ഓരോ ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെൻ വാസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്, അപ്പൊ അതുപോലെ അടുത്ത ആ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒരു ഇൻസിഡന്റ് പറയും. അപ്പൊ അത് കഴിഞ്ഞു, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചു നേരം ഈ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് ടെൻഷനെ കുറിച്ച് പറയാം. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ട്യൂസ്ഡേ. ഓക്കെ, ബൈ. Okay, sir. Thank you, sir. Thank you, sir. Okay.